ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു പഴംനുറുക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു പഴം ഞാൻ എടുത്തിട്ടുള്ളൂ. അത് ഞാൻ ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ചൊന്ന് ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണ്ട കേട്ടോ ഈ പഴം. അതിന് ശേഷം നമുക്ക് ഈ പഴം ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നെയ്യിലാണ് വാട്ടിയെടുക്കുന്നത്. നെയ്ക്ക് പോയി നമുക്ക് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്ത് നമുക്ക് വാട്ടാം കേട്ടോ. ഫുൾ നെയ്യ് തന്നെ ഉപയോഗിക്കണമെന്നില്ല. അപ്പോൾ ഞാനിത് നെയ്യ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നെയ്യിൽ ഞാൻ ഈ പഴമൊക്കെ ഒന്ന് വാട്ടിയെടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം കൊണ്ട് തന്നെ നമുക്കിത് വാടിക്കിട്ടോ കേട്ടോ. ഒരുപാട് തീയിലൊന്നും വയ്ക്കണം. നമുക്കൊന്ന് കളറൊന്ന് ഒരു ബ്രൗൺ കളർ പോലെ ആയാൽ മതി. നമുക്ക് ഒരുപാടൊന്നും എന്താ പറയുക, ഒരുപാട് മുരിയൊന്നും വേണ്ട. ഈ ഒരു പരുവത്തിലായാൽ മതി. ഞാൻ അധികം പഴുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പഴം. ഞാൻ അധികം പഴുത്ത പഴമല്ല എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കിതിൽ ശർക്കരപ്പാനി ചേർക്കണം. അതിന് വേണ്ടി നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാം. ഞാനൊരു കട്ട ശർക്കരയും പിന്നെ ഒരു പകുതി കട്ട ശർക്കരയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിത് തിളപ്പിക്കുന്നുണ്ട്. കുറച്ച് വെള്ളവും പിന്നെ ഏലക്കയും ചേർത്ത് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിത് മാറ്റി വെക്കാം. നൂൽപ്പരുവം അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ. എനിക്ക് കുറച്ച് വെള്ളമിട്ട് നന്നായി തിളപ്പിച്ചെടുത്തിട്ടുള്ളൂ. പിന്നെ നന്നായി തിളപ്പിച്ച് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ശർക്കര വെള്ളം. എന്നിട്ട് അത് ഞാൻ എൻ്റെ ഈ പഴത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുക കേട്ടോ. പഴത്തിൽ ശർക്കരപ്പാനി ചേർത്തിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വിടാം. അതിനുശേഷം നമുക്ക് കുറച്ചൊന്ന് തേങ്ങ ചിരണ്ടി എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പിടിയോളം തേങ്ങ നമുക്ക് മതി കേട്ടോ. ഞാൻ ഒരു പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഒരു പിടിയോളം മതിയായിരുന്നു തേങ്ങ. അപ്പോൾ തേങ്ങയും പിന്നെ അതേപോലെ തന്നെ ശർക്കരയും ശർക്കരപ്പാനിയും അതേപോലെ പഴവും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അതിനുശേഷം കുറച്ച് നേരം ഒന്ന് നമുക്കിത് ഇതിലെ വെള്ളം ഉണ്ടല്ലോ ശർക്കരപ്പാനി അതൊന്ന് വറ്റിക്കിട്ടണം കേട്ടോ. എന്നാലും നമ്മുടെ തേങ്ങയായാലും പഴത്തിലായാലും എല്ലാം മധുരം പിടിക്കുള്ളൂ. ഇപ്പോൾ ഇതേ ഒരുവിധം വെള്ളമൊക്കെ ശർക്കരപ്പാനിയൊക്കെ വറ്റിയ സമയത്ത് ഞാൻ കുറച്ചൊന്ന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഈ സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതാണെങ്കിലും ചേർക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ശർക്കരയും തേങ്ങയൊക്കെ ചേർന്ന് നന്നായിട്ട് പഴത്തിൽ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നല്ല പഴനുറുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ.